അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ നാട്ടിലെ ചില വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ വീടുകൾ ഏതാണ്? മനുഷ്യരുടെ കൂടെ അല്ലാഹുവേ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ നന്മ മാത്രം ചെയ്യുന്ന അല്ലാഹുവിന്റെ മലക്കുകള് കടന്നു വരുന്ന ഭവനമേതാ? മുത്തുനബി പറയുന്നു, സ്വഹാബ, ഭൂമിയിൽ നിന്ന് ജനങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നത് പോലെ ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില വീടുകൾ കാണാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരുടെ വീടാണ് പ്രകാശിക്കുന്നത്? ഈ നാട്ടിലെ ഏത് വീടാണ് പ്രകാശിക്കുന്നത്? ഏത് വീട്ടിലേക്കാണ് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്നത്? ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുണ്ടോ? നമ്മുടെ വീട്ടിൽ സന്തോഷം വേണോ? സമാധാനം വേണോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണോ? എന്റെ പ്രിയമുള്ളവരെ, മലക്കുകൾ ഇറങ്ങുന്ന ഭവനമാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ വീടുകൾ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ മാലാഖമാർക്കറിയുന്ന, ആ മലക്കുകൾ കടന്നു വരുന്ന, ആ മലക്കുകൾ ദുആ ചെയ്യുന്ന ആ ഭവനങ്ങൾ ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ സ്വഹാബികൾ ചോദിക്കുമ്പോ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ വീടാണ്. അത് പരിശുദ്ധമായ കഅബാലയമാകട്ടെ, അല്ലെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയാകട്ടെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് ആകട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ സ്രാമ്പി പള്ളിയാകട്ടെ, എന്റെ പ്രിയമുള്ളവരെ, പള്ളികളെല്ലാം അല്ലാഹുവിന്റെ വീടാ. പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ വീടാ. ആ പള്ളികൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകത്തുള്ള എല്ലാ പള്ളികളും അല്ലാഹുവിന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് പരിശുദ്ധമായ കഅബാലയമാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തുള്ള പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ മുഴുവനും അലങ്കരിക്കുന്നത് മനോഹരമായ ലൈറ്റുകൾ വെച്ചിട്ടല്ല, AC പള്ളി വെച്ചിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളികൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ പള്ളി അലങ്കരിക്കേണ്ടതെന്നറിയുമോ? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ഒരു പള്ളി അല്ലാഹുവിന്റെ വീട് അവിടെ നിന്ന് പ്രകാശിപ്പിക്കേണ്ടത്. 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ടാണ്, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ പ്രകാശിപ്പിക്കേണ്ടതെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ പ്രകാശിച്ച് കാണുന്ന വീടുകൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ ഏത് വീടിന്റെ അകത്താണോ 5 നേരം നമസ്കാരമുള്ളത്, ഏത് വീടിന്റെ അകത്താണോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ബാങ്ക് വിളിക്കുന്ന നേരത്ത് ഈ കൂട്ടത്തിരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏത് വീട്ടിലാണോ നമസ്കാരം നടക്കുന്നത്, ആ വീട് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ആരുടെ വീടിന്റെ അകത്താ നമസ്കാരമുള്ളത്? ആരുടെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്? 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന എത്ര ഭവനമാവുള്ളത്? ഈ സദസ്സിലിരിക്കുന്നവർ മുഴുവനും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ, നിങ്ങളെല്ലാവരും നല്ലവരാ. പക്ഷേ വാപ്പാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പൊന്നാര മക്കളെ നമസ്കരിക്കാറുണ്ടോ? നീ 5 നേരം നിസ്കരിക്കുന്ന വാപ്പയാട് പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ നിസ്കരിക്കാറുണ്ടോ? ഇത് പറയുമ്പോ എന്റെ പെങ്ങന്മാര് ചോദിക്കും, ഉസ്താദേ മക്കൾക്ക് പ്രായപൂർത്തിയായില്ലേ? മക്കൾക്ക് പ്രായപൂർത്തിയായില്ലേ? അവരെ വിവാഹം കഴിച്ചു വിട്ടില്ലേ? എന്റെ പ്രിയമുള്ളവരെ, മക്കളെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞിട്ടോ, അവർക്ക് പ്രായപൂർത്തിയായെന്ന് പറഞ്ഞിട്ടോ നിന്റെ ഉത്തരവാദിത്തം മാറൂല. കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഗ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമകൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ ഭർത്താവിന്റെ കൂടെ വീടിന്റെ മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട്, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കുമോള് എന്ന് വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ, കെട്ടിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വിളിക്കുമായിരുന്നു. കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനൊന്നും പോണ്ട. നിങ്ങളിൽ ആർക്കാ അറിയാത്ത 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സുള്ള വിദ്യാർത്ഥിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? താത്തമാരെന്ന് പറഞ്ഞ എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവളെ എന്ത് ചെയ്യണം? ഉറക്കപ്പറ. നിങ്ങളുടെ ചെവി എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ എന്ത് ചെയ്യണം? തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായും ഉമ്മായും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കെ. കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ. A+ വാങ്ങിയില്ലെങ്കിൽ മടല് വെട്ടിയിട്ട് തല്ലുന്നു. 1-ാം ക്ലാസ്സിൽ LKG പഠിക്കണ UKG പഠിക്കണ മക്കൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്. ആലോചിക്കണം. എന്നാ തല്ലാൻ പറഞ്ഞ എന്തിനാ? 7 വയസ്സായിട്ട് നിസ്കരിച്ചു, പഠിപ്പ് അവിടെ കൽപ്പിച്ചു. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാ. ഏത് വാപ്പായ തല്ലണേ? നിന്റെ വാപ്പ തന്നെ തല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് നീ പള്ളിക്കകത്ത്. നീ തല്ലാത്തത് കൊണ്ട് നിന്റെ മോൻ പോസ്റ്റിന്റെ മുകളിൽ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കണം, തല്ലണം. നീ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റിക്ക് ജീവിച്ചാൽ മതി. ഇസ്ലാമിലേക്ക് പോകോ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളാരും കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിൽ പോകണ്ട. നിങ്ങൾ രാവിലെ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റിട്ട് ഈ വാപ്പമാർ ഇവിടുത്തെ പള്ളിയിലേക്ക് പോകുമ്പോ അടുത്ത റൂമിന്റെ അകത്ത് 18 തികഞ്ഞ ഒരുത്തം കിടക്കണം, പോത്ത് കിടക്കണം, വല വിളിച്ചാറുണ്ട് നിസ്കരിക്കാൻ. അപ്പുറത്തെ റൂമിന്റെ അകത്ത് മകള് കിടക്കുന്നുണ്ട്, വിളിക്കാറുണ്ടോ? എന്തിനും കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിക്കാറുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഭർത്താവ്, ഏത് ഭാര്യ രാവിലെ ഭർത്താവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബഹി ബാങ്ക് വിളിച്ചു, അവിടെ നിന്ന് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചുണർത്തി ബാത്റൂമിൽ പോയി തന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് ഒതുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഭാര്യ അതേ സ്ഥാനത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് അതേ സ്ഥലത്ത് കിടക്കുന്നു. ആ സമയത്ത് ഒതുവെടുത്ത വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവിന് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനുള്ള ധൈര്യം ഉണ്ടാ? അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാ? എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, സഹോദരിമാര്, നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയണമെങ്കിൽ നീ ആദ്യം എഴുന്നേക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞങ്ങാതി. ഓള് തലതിരിഞ്ഞു പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പെണ്ണുമ്പിള്ളമാര് തലതിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്റെ കാര്യമില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ. പെണ്ണുമ്പിള്ള കാണുന്നുണ്ട്, ആരും ഞാൻ പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ അവളിന്ന് പോകുമ്പോ ചോദിക്കും, എല്ലാരും പൊക്കി, നിങ്ങളെന്താ പൊക്കാഞ്ഞ്? നിങ്ങളെ പൊക്കേണ്ട വരുമോ? അവള്
പലർക്കും കൈവെക്കാൻ പേടി എന്തെന്നറിയോ? അധികം പേരും കൈവെക്കണില്ല. കാരണം ഉസ്താദെ ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല. കാരണം ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ പറ, ഭർത്താവിനെ സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ള താത്താമാരെന്ന് കൈവെക്കിക്കേ. ഊരിലിങ്ങൾ മലക്കുകളാന്ന് തോന്നുന്നെല്ലാം കേട്ടോ. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹിക്ക് നമസ്കരിക്കാൻ വിളിച്ചുണർത്തിയ ആ സ്വർഗമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ ആരാ വിളിച്ചുണർത്തുക? അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്നത്? ഇത് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും പറയാനൊരു കാരണമുണ്ട്. ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കൂല, ഞാൻ പറഞ്ഞാൽ എന്റെ മോൾ അനുസരിക്കൂല, എന്റെ മോൻ അനുസരിക്കൂല. വാപ്പാ, നിന്റെ മകന് 25 വയസ്സല്ല 15 വയസ്സാ. വാപ്പായുമ്മായും മോനാണെങ്കിൽ എന്തടക്ക ഈ കടം എന്താ പറയാ, കുരുവിക്ക് കൂട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ആണും പെണ്ണും കെട്ടിട്ട് മുടി വെട്ടിയിട്ട് ഇടക്കാം. അവന്റെ മുടി കണ്ടാൽ അല്ലാ പഠിച്ചവനെ കണ്ടാൽ തന്നെ നെഞ്ചു പൊട്ടിപ്പോകും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ചോദിക്കുക, ഒന്ന് വെട്ടിക്കൂടെ? അപ്പൊ ഉമ്മ പറയാ, ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദെ, നിന്നെ വേണം ആദ്യം തന്നെ. ഉമ്മാനെ വാപ്പാനെ ഒറ്റ വാക്കിലങ്ങ് തീർന്നു, പറഞ്ഞ അനുസരിക്കൂല. ആര് പറഞ്ഞു? ഇത് പറയുന്നതാരാ? നിന്റെ രക്തത്തിൽ പിറന്ന, നീ അധ്വാനിച്ച് വളർത്തുന്ന നിന്റെ മക്കളെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വാപ്പാന്ന് പറഞ്ഞ് നടക്കണേ? എല്ലാവരും കാര്യം പറയാം. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, 2-3 പ്രാവശ്യം ഉമ്മ പറയും, പിന്നെ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ അങ്ങ് വെറുതെ വിടുന്നു. അങ്ങനല്ല, 2 പ്രാവശ്യം പറയണം, മോനെ മുടി വെട്ടി. 1 പ്രാവശ്യം പറയണം മുടി വെട്ടാൻ. വെട്ടിയില്ലെങ്കിൽ പറയണം, പോയി വെട്ടിയിട്ട് വാടാ, ഇല്ലെങ്കിൽ ഞാൻ വെട്ടും. 2ാമതും വെട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം പൊന്നുമോൻ റൂമിന്റെ അകത്ത് കിടക്കുമ്പോ ഈ കത്രിക എടുത്തിട്ട് അങ്ങോട്ട് കയറിയിട്ട് പട്ടിയെ വെട്ടണ പോലെ 4 വെട്ട് നീ അങ്ങ് വെട്ടണം. ഉറങ്ങിക്കിടക്കുമ്പോ അവന്റെ മുടി നീ കത്രിക കൊണ്ട് വെട്ടണം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടൊരു തുള്ളലുണ്ട്. കുറച്ചു നേരം റൂമിന്റെ അകത്ത് കിടന്ന് വഴുതു പറയും, എന്നിട്ട് ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ മുട്ടയടിച്ചിട്ട് തിരിച്ചു വരും. ഇത് 1 പ്രാവശ്യം നീ ചെയ്തു നോക്ക്. നിന്റെ മോൻ തല്ലൂല, നിന്നെ തല്ലൂല. നീ ഉമ്മയാ, നീ വാപ്പയാ, നിന്നെ തല്ലാനുള്ള ധൈര്യം അവനില്ല. ഇങ്ങനെ 1 പ്രാവശ്യമെങ്കിലും നീ നിന്റെ മക്കളോടൊന്ന് ചെയ്തു നോക്കേ, അവൻ എന്നെ നന്നായനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാഹുവിന്റെ മലക്കിന്റെ ശാപം വാങ്ങുന്ന മകനാ നിന്റത്, പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാനല്ല. അള്ളാഹു പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞ്, നിന്റെ ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞ്, കുടുംബസമേതം പോകണമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്താൻ ഞാനൊരു ആയുധം പറഞ്ഞു തരാം. അവരെ തല്ലണ്ട, അവരെ ഉപദ്രവിക്കണ്ട. അല്ലാതെ തന്നെ നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കണോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ഉമർ തങ്ങളെ പോലെയാകണം. എന്റെ വാപ്പയോടും എന്റെ ഉമ്മയോടും എനിക്ക് പറയാറുള്ളത്, നമസ്കരിക്കാത്ത മക്കളുണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് നമസ്കരിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അവരെ നന്നാക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെ നിനക്ക് കണ്ണിന് കുളിർമയായ മക്കളാക്കണമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത്, ഇത് നിങ്ങളെല്ലാവരും പഠിക്കണം. ഈ ആയത്ത് നിങ്ങളെല്ലാവരും പഠിക്കണം. എന്നിട്ട് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട്, ഭാര്യയുടെ ചാരത്ത് ചെന്നിട്ട്, ഭർത്താവിന്റെ ചാരത്ത് ചെന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേക്കുമമ്മ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ പേടിയുണ്ടോ? ഉറപ്പായിട്ടും നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. ഒരേ ഒരായത്ത്, ഏതായത്താ പഠിച്ചോ? നാളെ സുബഹി മുതൽ തുടങ്ങാനുള്ളതാണ്. നാളെ സുബഹി മുതൽ തുടങ്ങാനുള്ളതാ. ഏതായത്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരൊറ്റായത്ത് ഞാൻ പറഞ്ഞു തരാ, പഠിച്ചു വെച്ചോ. ഏതായത്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖു വൽ ആകിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ
പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് അല്ലാഹുവേ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന മാതാപിതാക്കള് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമോ രാവിലെ സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതി കൊടുക്കുമായിരുന്നു എന്നിട്ട് മക്കളെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുമായിരുന്നു ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത് എന്തേ പറയുന്നത് പടച്ചവനെ അല്ലാഹ് ഇന്ന് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന മാതാപിതാക്കള് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോ എന്തേ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം പൊന്നുമോന് നല്ല മാർക്ക് വാങ്ങണം പൊന്നുമോള് നല്ല വിജയം നേടണം പൊന്നുമോള് എങ്കിലേ നല്ല ജീവിതമുള്ളൂ എങ്കിലേ നല്ല പണം കിട്ടൂ എങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആരെങ്കിലും തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയിരുന്ന് പിരിവെടുക്കണ്ട മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട ഒരാളുടെയും വീട് കേറി ഇറങ്ങി പിരിവ് നടത്തണ്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ലാ നസ്അലുക റിസ്ഖാ നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട അല്ലാഹു പറയുന്നു തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല രാഷ്ട്രീയക്കാരനല്ല, പറഞ്ഞ വാക്ക് മാറ്റാ. അല്ല നിന്നെ പടച്ച റബ്ബ. അല്ല പറയാ, എടാ നീ എന്തിനാടാ ഭക്ഷണം തേടിയിട്ട് നടക്കണം? നീ തേടി നടക്കണ്ട. നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട, ഞാൻ തരാം. ഞാനാ റാസിഖ്, ഞാനാടാ റബ്ബ്. നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കണ കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരാം. എന്ത് ചെയ്താ മതി? 5 നേരം നിസ്കരിച്ചാ മതി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയുമ്പോ നിങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. ഉടനെ ചോദിക്കും, സിറാജ് അപ്പൊ നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? നീ കൊടുക്കോ? നല്ല ചോദ്യം തന്നെ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാ. ഇത് നിങ്ങളുടെ ധാരണ. സത്യം ഞാൻ ചോദിക്കട്ടെ, നീ നാളെ മരിച്ചാ നിന്റെ പെണ്ണും പിള്ളയ്ക്ക് ആരാ ഭക്ഷണം കൊടുക്ക? നാളെ നീ തീർന്നു. ഇന്ന് ഇവിടുന്ന് പോണ വഴി നിന്നെ കൊണ്ട് നാളെ പള്ളിക്കൂടി വെച്ചാ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? പറചങ്ങാതിമാർ ആര് കൊടുക്കും? ഉറക്കപ്പറ ആര് കൊടുക്കും? അല്ല കൊടുക്കും. അല്ലാഹ്ക്ക് എന്താ? എടാ നിനക്ക് ജോലി തരുന്നതാരാ? അല്ലാഹ്. നിനക്ക് ആരോഗ്യം തരുന്നതാരാ? അല്ലാഹ്. ഇതുണ്ടെങ്കിലല്ലേ നീ പോത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചിട്ട് പറയണം, രാവിലെ ട്യൂഷന് പോടാതല്ല, അങ്ങനെ രാത്രി എഴുന്നേറ്റിരുന്ന് പഠിക്കടാ. ഇവിടെ ഈ ഇരിക്കട പെണ്ണുങ്ങൾ നിങ്ങളുടെയൊക്കെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. എത്ര പേരാ നിസ്കരിക്കുന്നു? എന്താ നിന്റെ മോക്ക് നിസ്കാരം നിർബന്ധമില്ലേ? നിസ്കാരം നിർബന്ധം എന്താ? നിസ്കാരം മുടക്കാനുള്ള കാരണമാണ് സ്കൂളിൽ പോക്ക്. വെള്ളിയാഴ്ച പോലും പള്ളി വിടാത്ത സ്കൂളിലെ മക്കളെ വിടത്തുള്ളൂ. ചുമ്മാതല്ല തലതിരിഞ്ഞു പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ നിസ്കരിക്കാൻ പോലും വിടാത്ത സ്കൂളിൽ എങ്ങനെ നന്നാകാനാ നിന്റെ മക്കള്? എങ്ങനെ നിനക്കൊക്കെ സമാധാനം കിട്ടും? അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഞാൻ തരാം. എന്ത് ചെയ്താ മതി? 5 നേരം നിസ്കരിച്ചാ മതി. ഞാനല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ അതിന്റെ 135-ാമത്തെ 136-ാമത്തെ ആയത്തിൽ കണ്ട അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കൂല. ഇത് പറയുമ്പോ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. മക്കള് തിരിഞ്ഞു കിടക്കുമ്പോൾ നമസ്കരിക്കാതെ തന്റെ പൊന്നാര മക്കള് തിരിച്ചു കിടക്കുമ്പോ രണ്ടാമതായിട്ടൊരു പ്രതിഫലം കൂടെ പറയണം. രണ്ടാമതായിട്ടൊരു പ്രതിഫലം പറയണം. കിടന്നുറങ്ങുന്ന മക്കളോട് ചോദിക്കണം, മോനെ എന്താ
എന്തായാലും ഒരു ദിവസം നീ മരിക്കും, എന്തായാലും ഒരു ദിവസം നീ മരിക്കും. എന്റെ പൊന്നുമോന് നല്ല ഒരു മരണം വേണോ? കിടന്നുറങ്ങുന്ന മക്കളോട് ചോദിക്കണം, എടാ ഒരു നല്ല മരണം വേണോടാ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ? അല്ലാഹുവിന്റെ പടച്ചവനെ, ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഇന്ന് വരെ മലക്കിനെ കണ്ടിട്ടില്ല, പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട്. ഏത് കണ്ണുകൊണ്ട്? ഇതേ കണ്ണുകൊണ്ട്. ഫകസഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. ഈ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രംഗമുണ്ട്. 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമായി അവർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ വലഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ അവിടെ നിന്ന് പറയുകയാണ്, അവസാനം എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിച്ച് അത് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർമ്മയില്ലേ സഹോദരാ? ആഗ്രഹമില്ലേ ഉമ്മ? മരിക്കുന്ന സമയത്ത് ഒരേ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് മരിക്കണമെന്ന് കൊതിയുണ്ടോ? കാരണം ഇത് പറഞ്ഞ സ്വർഗമാണ്, ഇത് പറയുന്നവന് സ്വർഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന് സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, അൽ വൽആഖിബത്തു ലിത്തഖ്വാ. നല്ല മരണം ആർക്കാണ് വേണ്ടത്? പണം കൊടുത്ത് വാങ്ങാൻ പറ്റൂല, പണം കൊടുത്ത് വാങ്ങാൻ പറ്റൂല. അല്ലാഹുവേ, എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ തരാ തമ്പുരാന്. എനിക്ക് വെള്ളിയാഴ്ച നിസ്കാര പായിൽ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വാങ്ങാൻ കഴിയോ? ഒരിക്കലും കഴിയൂല. എങ്കിൽ അല്ലാഹു പറയുന്നു, ഞാൻ തരാ, ഞാൻ തരാ. 5 നേരം നീയും നിന്റെ കുടുംബവും നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നല്ല മരണം തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പ്രായമുള്ള രോഗം പിടിച്ച ബാപ്പമാര് വേച്ച് നടക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്നത് കണ്ടാൽ പള്ളിയിൽ കേറാത്ത യുവത്വേ, ഇപ്പോഴെല്ലാവരും പടച്ചവനെ ക്രിക്കറ്റിലാ, എല്ലാവരും ലോകകപ്പിന്റെ തിരക്കിലാണ്. എവിടെയാണ് മഗ്രിബുള്ളത്? എവിടെയാണ് ഇശാവുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നടാ പൊന്നുമോര്. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്. പടച്ചവര് അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ടല്ലോ, ഹുബൈബ് തങ്ങളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. അതാ കഴുകുമരത്തിന്റെ മുകളിൽ ഹുബൈബിനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. താഴെ നിൽക്കുന്നവർ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ്. അവര് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ ചെറുപ്രായത്തിൽ ചാകുന്നത്? എടാ, നിനക്ക് ജീവിക്കണ്ടേ? പണം ഞങ്ങൾ തരാ, അധികാരം ഞങ്ങൾ തരാ, ഏത് പെണ്ണിനെ വേണമെങ്കിലും നീ പറഞ്ഞാ മതി, കൂടെ കടത്തി തരാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല. എങ്കിലും നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, നിന്നെ ജീവനോടെ വെറുതെ വിടാ. ഹുബൈബ് അതിനും തയ്യാറായില്ല. അവസാന തൂക്കിക്കൊല്ലാൻ പോകുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? നിന്റെ അവസാന മോഹമെന്താ? ചെറുപ്പക്കാരാ, അവിടെന്ന് പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നോ. അവസാനത്തെ
മോഹം നിസ്കരിക്കണമെന്നോ പടച്ചവനെ അവിടെ നിന്ന് പൊതുപെടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ചെറിയ സൂറത്താണ് ഓതിയത്. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ എപ്പോഴും വലിയ സൂറത്ത് ഓതിയിട്ടാ ഹുബൈബ് നിസ്കരിക്കാറ്. പടച്ചവനെ ഞാൻ ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്നത്. പടച്ചവനെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയുവോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും ഈ ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്. ഇവന് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. എന്നിട്ട് തൂക്കുമരത്തിന്റെ മുമ്പിൽ കയറി അതാ തന്റെ കഴുത്തിലേക്ക് കയറിട്ടു. അവിടുത്തെ കഴുത്ത് മുറുകുമ്പോ മലക്കുകളെ ചോദിക്കുകയാ, മരണപ്രാളത്തില് കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിക്കുമ്പോ മലക്കുകളെ ചോദിക്കുകയാ, ഹുബൈബേ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാടാ ഹുബൈബ്, എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്? സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാ. അതുകൊണ്ട് ഹുബൈബേ, നിന്റെ മരണം കണ്ടിട്ട് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ആ ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിരിക്കടാ ഹുബൈബ്, അവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ്. എന്റെ പ്രിയമുള്ളവര്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കഴുകുമരത്തിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോയതങ്ങനെയാടാ പൊന്നുമോര്, അങ്ങനെയാടാ മരിച്ചത്. വെറുതെയല്ല, വെറുതെയല്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാലും, ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാല് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും വേണ്ട. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യമില്ല. റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കിടന്ന് വരുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് നിന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറഞ്ഞു തരും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറവുമ്മ ഞാനൊന്ന് റൂഹ് പിടിക്കട്ടെ. ഉമ്മ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ഞാനൊന്ന് റൂഹ് പിടിക്കട്ടെ. ഇത് പറഞ്ഞ സ്വർഗവാ എന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 നേരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നീ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ആര് പറഞ്ഞു തരും? അസ്റായീൽ പറഞ്ഞു തരും. പറഞ്ഞു മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മലക്കുകൾ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അവസാനത്തെ മോഹം നിസ്കരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ. എന്റെ പ്രിയമുള്ളവരെ, അടുത്ത പ്രതിഫലം എന്താണ്? എന്നിട്ട് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഒരു പ്രതിഫലം കൂടെ പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങള് ഉബൈബ് തങ്ങളുടെ ജനാസ അഴിക്കാൻ അനുവദിച്ചില്ല. അതേ സ്ഥലത്ത് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരാ അടിച്ചു കൊണ്ടുവരുന്നത്? എന്റെ ഹുബൈബിന്റെ ജനാസ ആരാണ് അടിച്ചു കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരാ നബിയേ. ഒരു സ്വഹാബി കടന്നു പോവുകയാണ്. ഉബൈബ് തങ്ങളുടെ ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സ്വഹാബി കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ശത്രുക്കളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാ, ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ച് തരുവോ? ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ച് തരുവോ? ശത്രുക്കൾ ചോദിച്ചു, എന്തിനാ പെണ്ണ്? അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കാനാ. എനിക്കവന്റെ തല വേണം. ഞാൻ ആരുടെ കൂടെയാണ് കിടക്കേണ്ടത്? ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാണ്. എന്റെ ശരീരം തരാൻ തയ്യാറാണ്. എനിക്ക് വേണ്ടത് ഹുബൈബിന്റെ തലയാണ്. അവന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് ആ തല വെട്ടിപ്പൊളിച്ച് എന്നിട്ട് കള്ളൊടിച്ച് കുടിക്കാനാണെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, തലമുറിച്ചെടുക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും നടന്നു പോവുകയാണ്. ഈ സ്വഹാബിയുണ്ടല്ലോ, ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹ്, ശത്രുക്കള് നാലു ഭാഗത്തേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ലോ. എല്ലാവരും നാലാ ഭാഗങ്ങളിലേക്ക് ജീവനും കൊണ്ടോടുകയാണ്. റബ്ബേ, ഈ സ്വഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താടിയിറങ്ങി ഹുബൈബ് തങ്ങളെ കെട്ടിക്കിട്ടിരുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോ ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, ഹുബൈബിനെ കബറടക്കി സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, 5 നേരം നിസ്കരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ആരാ കബറടക്കിയതെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകളാണ് കബറടക്കിയത്. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് വരുന്ന ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ, നാളെ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് നിന്റെ ജനാസ എടുത്തിട്ട് വീടിന്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവസാനം എല്ലാവരും കൂടെ നിന്നെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവരുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഇവിടെ മയ്യത്ത് നമസ്കരിക്കാ പള്ളി തികയുന്നില്ലോ. നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ ഇറക്കുമ്പോ കാലുകുത്താ സ്ഥലമില്ല. അല്ലാഹുവിന്റെ മലക്കുകളാ ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ മലക്കുകള് നിന്റെ ജനാസ കബറടക്കാൻ ഇറങ്ങി വരുമെന്ന് ചരിത്രം പറയുമ്പോ ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നമസ്കരിക്കാൻ
നമസ്കരിക്കാത്ത മകനോട് പറഞ്ഞു കൊടുക്കണം. 1 മരിക്കുന്ന കാലം വരെ പടച്ചവൻ ഭക്ഷണം തരും. 2 നല്ല മരണം. 3 അസ്റായിൽ ശഹാദത്ത് കലിമ പറഞ്ഞു തരും. 4 മലക്കുകൾ ഖബറടക്കും. 5ാമത്തെ പ്രതിഫലം എന്താ? മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. അവസാനം അബൂ സിനാർ തങ്ങൾ മരണപ്പെട്ടു. അവിടുത്തെ ജനാസയുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. നമസ്കാരം കഴിഞ്ഞു. ആർലി മണ്ണിന്റെ അകത്ത് ഖബറിന്റെ അകത്ത് മയ്യത്തിറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അതാ മയ്യത്ത് ഖബറടക്കിയിട്ട് നടക്കുമ്പോ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ 11 വയസ്സേ ഉള്ളൂ. ആ പൊന്നുമകൻ തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. വാപ്പാനെ ഖബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ പൊന്നുമകൻ മാത്രം അവിടെ നിൽക്കുന്നു. എല്ലാവരും വിളിച്ചു, ആ മോനെ പോകാം, കടമകളെല്ലാം കഴിഞ്ഞല്ലോ, അവിടുത്തെ ജനാസ ഖബറടക്കിയല്ലോ, എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ആ 11 വയസ്സുകാരൻ പറഞ്ഞു, ഞാൻ വരൂല. എന്റെ ഉപ്പയുടെ അവസ്ഥ എന്താണെന്നറിയാതെ ഞാൻ വരൂല. നിങ്ങളെല്ലാവരും പൊക്കോ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകന് വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. അവിടെ ഇരുന്ന് കരയുകയാണ്. അവിടെ കിടന്ന് കരഞ്ഞവനങ്ങ് തളർന്നു വീണുപോയി. അതാ തന്റെ പൊന്നുമകനങ്ങ് തളർന്നു കിടന്ന് ഉറങ്ങുമ്പോ അബൂ സിനാർ തങ്ങൾ കിടന്ന് വന്നിട്ട് സ്വപ്നത്തിൽ തന്റെ പൊന്നുമകനോട് ചോദിക്കുന്നു, മോനെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും പോയല്ലോടാ, നീ മാത്രം എന്തിനാ പള്ളിപ്പറമ്പിൽ കിടക്കുന്നത്? വാപ്പാ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാതെ എനിക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? പൊന്നുമകൻ വാപ്പയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് വാപ്പാ പുതിയ വീട്? എങ്ങനെയുണ്ട് വാപ്പാ പുതിയ വീട്? പൊന്നുമോനെ, ഉമ്മാടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെയാ. ഈ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാ ഖബർ എന്നെ കെട്ടിപ്പിടിച്ചത്. വാപ്പ കിടക്കുന്നത് മണ്ണിനല്ലടാ, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ്. സ്വർഗം വാപ്പാടെ കാലിന്റെ ഭാഗത്താ. വാപ്പയുടെ ഖബറിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമോ, വാപ്പയുടെ ഖബറിന് വല്ലാത്ത വിശാലമോ. വാപ്പയുടെ ഖബറിന്റെ അകത്ത് വന്ന മലക്കുകളുണ്ടല്ലോ എന്നോട് പറഞ്ഞത്, പുതിയ പള ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങാരാ. വാപ്പാട മണ്ണറ മണിയറയാണ് മോനെ. 11 വയസ്സുകാരന് വാപ്പയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മണ്ണറ മണിയറയായത്? എങ്ങനെയാണ് വാപ്പയുടെ മണ്ണറ മണിയറയായത്? അവിടെന്ന് പറഞ്ഞു, പൊന്നുമോനെ, വാപ്പ 5 വഖത്തും നിസ്കരിക്കുന്ന മനുഷ്യനാ. ഒരു കാരണവശാലും നിന്റെ വാപ്പ നിസ്കാരം മുടക്കാറില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമകന്റെ മണ്ണറ മണിയറയാകണോ, നിസ്കാരം നിലനിർത്തണേ എന്ന് പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ 5 പ്രതിഫലത്തിനേക്കാളും ഒരു പ്രതിഫലം പറയാൻ എനിക്കറിയൂല. അതുകൊണ്ട് സഹോദരാ, ഇത് പറഞ്ഞിട്ടാ മക്കളെ വിളിച്ചുണർത്തേണ്ടത്. ഇത് പറഞ്ഞിട്ടാണ് ഭർത്താവിനെ വിളിച്ചുണർത്തേണ്ടത്. ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഭാര്യ വിളിച്ചുണർത്തേണ്ടത്. അങ്ങനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കുന്ന വീടിന്റെ അകത്താണ് സന്തോഷമുള്ളത്, സമാധാനമുള്ളത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നത്, ഭാര്യയുമായുള്ള കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്, മക്കളെ കാണുമ്പോഴേ സമാധാനം കിട്ടുന്നത്, തിന്നാൻ വയറ് നിറയുന്നത്, നിന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ മക്കളിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുന്നത്, നിന്റെ സർവകാര്യങ്ങളിലും അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകുന്നത്. റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്ന 1ാമത്തെ ഭവനമേതാ? ഭൂമിയിലെ പ്രകാശിക്കുന്ന 1ാമത്തെ വീടേതാ? അത് 5 നേരം നമസ്കരിക്കുന്ന വീടാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാകും. സന്തോഷവും സമാധാനവും അള്ളാഹുവിൻ്റെ സഹായവും ബർക്കത്തും എല്ലാം നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടാകും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 മടുത്ത, നിങ്ങളും മടുത്ത? പിന്നെ എന്തിനാ ഇങ്ങനെ ഇരിക്കണത്? ഈ ഇരുത്തം കാണുമ്പോൾ അല്ല, പ്രസവ വാർഡിൽ പെണ്ണുങ്ങൾ ഇരിക്കണവരുണ്ട്. നേരെ ഇരി മനുഷ്യന്മാര്, സ്വർഗമല്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ വീട്ടിലാണോ 4 സാധനങ്ങൾ ഉള്ളത് അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? വേണം. ഞാൻ പറയുന്ന സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ സാധനം അശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവൻ്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? പറ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. ടി വി ഉണ്ടോ? കൈവക്കണ്ട, ദയവ് ചെയ്ത് വെക്കണ്ട. എല്ലാത്തിൻ്റെ വീട്ടിലും ടി വി ഉണ്ട്. ടി വി വെച്ചാൽ ബർക്കത്ത് കിട്ടോ? ഉള്ളത് കൂടെ ഇറങ്ങി പോകും. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് മലയോര പ്രദേശമല്ലേ, അപ്പൊ പിന്നെ ആടിനെ വളർത്താൻ എന്താ പാട്? സുഖമല്ലേ? പിന്നെ ആടിന് വേണ്ടിയല്ലേ ഞാൻ കെട്ടിയിട്ടിരിക്കണേ, അല്ലേ? എങ്ങനെ തന്നെ ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനെ വളർത്തിയ ഉണ്ടോ? ഉണ്ടോ? പിന്നെ കോഴി പെടക്കോഴിയാണോ പൂങ്കോഴിയാണോ എന്നോട് ചോദിക്കുന്നത്, അതെനിക്കറിയില്ല. ബറക്കത്തുള്ള ജീവിയാണ് കോഴി. കോഴിയെ വീട്ടിൽ വളർത്തണം. കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാൽ മതി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ബറക്കത്തുണ്ട്. 3 ആരുടെ വീട്ടിലാണോ ആട്ടുകല്ല്, അതിനിവിടെ എന്താ പറയുക? നമ്മൾ ഈ പണ്ട് ഈ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരിയിട്ടിട്ട് ഇങ്ങനെ കല്ലിങ്ങനെ പിടിക്കില്ല. അപ്പൊ ഇങ്ങനെ ആക്കണ എന്താ പറയുക? കാര്യം മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു. ഉണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഗ്രൈൻഡർ കരണ്ടിന്റെ അല്ല, കല്ലിങ്ങനെ ആക്കണ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഒന്ന് ചോദിക്കേ. മക്കള് ചോദിക്കും, ഉമ്മ സാധനം എന്താണ്? വന്ന വഴി മറന്നില്ലേ സുമ? വന്ന വഴി മറന്നില്ലേ? മറക്കരുത്. നീ എവിടെ ചെന്നാലും വന്ന പട്ടിണി കിടന്ന പഴയ കാലം, അതിനകത്ത് ദോഷം ഉണ്ടാക്കി തിന്നാണ്ടാകുന്ന ടേസ്റ്റ് ലോകത്ത് വേറൊന്നിനും കിട്ടൂല. ഉമ്മ അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ, ഏത് പെണ്ണുങ്ങൾക്ക് പണ്ട് നടുവേദന ഉണ്ടായിരുന്നു നിന്റെ ഉമ്മ 5ഉം 6ഉം പറ്റതാ? ഉമ്മയ്ക്ക് നടുവേദന ഉണ്ടാവും, ഡിസ്കിന് തേയ്മാനം ഉണ്ടാവും. ഉമ്മ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ആട്ടിയിട്ട് നല്ല ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് എല്ലാണ്ടെങ്കിൽ ഉമ്മമാരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എന്താ ആർക്കാ ബ്ലോക്ക്? ഏതുമ്മായിക്കാ ബ്ലോക്ക്? ഒരു ഉമ്മായിക്കും ബ്ലോക്ക് ഇല്ല. നിനക്കിപ്പോൾ ഇതിന് മാത്രമേ പറ്റത്തുള്ളൂ. അതും കൂടെ മാറ്റിത്തരാൻ വല്ല മെഷീനും വന്നാൽ അതും കൂടെ നിങ്ങൾ പറ്റും. ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 4 ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? ഉണ്ടോ താത്താമാരെന്ന് കൈവക്കിക്കെ? ഇവിടെ ഇപ്പം ചട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. കാരണം ഇപ്പോഴത്തെ പുതിയ മോഡൽ ചട്ടിക്കകത്ത് വെക്കല, മണ്ണ് കൊണ്ടുണ്ടായ. ഈ 4 സാധനം രാവിലെ ഇവിടെ മാർക്കറ്റുള്ള, ഇവിടെ അടുത്ത മാർക്കറ്റ് ഏതാ? പാടിച്ചാല് മാർക്കറ്റിൽ പോകണം. ഒരാട്, ഒരു ചെറിയ ആട്ടിൻകുട്ടി, വലിയ പെരുന്നാളൊക്കെ വരെയല്ലേ, ഒരാട്ടിൻകുട്ടിയെ വാങ്ങണം. 2-3 ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങണം. ഒരാട്ടുകല്ല് വാങ്ങണം. പിന്നെ ചട്ടി വീട്ടിയുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് നിന്റെ വീട്ടിൽ ചെയ്യും. അപ്പൊ അള്ളാഹു നിനക്ക് ബറക്കത്ത് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള, അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ ഇറങ്ങി വരുന്ന രണ്ടാമത്തെ വീട് ഏതാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട് പ്രകാശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ
വിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകള് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് ഇശായിക്ക് വേണ്ടി കടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ വീട് പ്രകാശിപ്പിച്ചു, ഖുർആൻ ഓതിയിട്ട് നീ വീട് പ്രകാശിപ്പിച്ചു, ഇതുപോലെ അല്ലാഹു നിന്റെ ദുനിയാവും ആഖിറവും പ്രകാശിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തതായി ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്താണോ ഓതുന്നത് ആ വീട് പ്രകാശിക്കുമെന്നാണ്. ആ വീടാണ് മലക്കുകൾക്ക് പരിചയമുള്ളത്, ആ വീടാണ് മലക്കുകൾ കാണാൻ വരുന്നത്. ഏതെങ്കിലും ഒരു ദിവസം നീ സുഖമില്ലാതെ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ ഓതാതെ നീ എങ്ങാണം ഇരുന്നാൽ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, ആ വീട് കാണുന്നില്ലല്ലോ പടച്ചവനെ, എന്നും കാണുന്ന പ്രകാശം കാണുന്നില്ലല്ലോ തമ്പുരാന്, അതുകൊണ്ടല്ലാ ആ വീട്ടിലെ ഉമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, രോഗം ശിഫയാക്കണേ അല്ലാ, അവരുടെ വേദനയ്ക്ക് പകരം പാവം പൊറുക്കണേ അല്ലാ, ഞാൻ അവരെ ഒന്ന് പോയി കാണട്ടെ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് നിന്നെ കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ എല്ലാ വീട്ടിലും ഖുർആൻ ഉണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നത് അടുക്കി വെച്ചിരിക്കുക, അലമാരിക്കകത്ത് ഇങ്ങനെ തുറക്കാറില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, വീടിൻ്റെ അകത്ത് ഖുർആൻ തുറക്കാതെ ഇരുന്ന നിന്നെ ഖുർആൻ ശപിക്കും. വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് മര്യാദക്കെടുത്തു വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ നീ ഖുർആൻ, ആ ഖുർആൻ നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക ഓരോ മിനിറ്റും. അല്ലാഹുവേ, എന്നെ ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല തമ്പുരാനെ, മലക്ക് നിന്നെ ഖുർആൻ ശപിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് വെക്കണ്ട എന്നല്ല, ഓരോ പ്രാവശ്യവും ഓരോ ഖുർആൻ എടുത്തിട്ടൊന്ന് തുറന്നെങ്കിലും നോക്ക്. ആരാ ഖുർആൻ ഓതുന്നത്? ഏത് വീട്ടിലാ ഖുർആൻ ഓതുന്നത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം പറ. നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനിലാ ഉള്ളത്. ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല, എല്ലാം ഖുർആൻ. അതാണല്ലോ എവിടെ പോയാലും ഖുർആൻ ഓതാൻ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും സാമ്പത്തികമായി വല്ലാത്ത പ്രയാസം. എല്ലാവരും ഉസ്താദേ കച്ചവടമില്ല, ജോലിയില്ല, ഗൾഫാകെ പ്രതിസന്ധിയിലാണ്. കടക്കാർ പറയുന്ന ഉസ്താദേ ശമ്പളം പോലും കൊടുക്കാനില്ല, വൈകുന്നേരം വെറും കയ്യോടെ മടങ്ങിപ്പോകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദാരിദ്ര്യം എല്ലാവരും ഭയക്കുന്നു. എല്ലാവരും ദാരിദ്ര്യമാണ് ഭയക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ മാതാപിതാക്കളും ചോദിക്കുന്നു, ഉസ്താദെ പെമ്മക്കൾ വളർന്നു വരുക, എങ്ങനെ കെട്ടിക്കും? എങ്ങനെ കെട്ടിക്കും? നിനക്ക് നിന്റെ മക്കളെ കെട്ടിക്കണോ? ഞാൻ പരിഹാരം പറഞ്ഞു തരാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളെ കാണാൻ പോയി. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് തന്റെ ചെറിയ കുടിലിനകത്താണ് കിടക്കുന്നത്. ഭാര്യയും പെമ്മക്കളും വീടിന്റെ അകത്തുണ്ട്. ആ രംഗം കണ്ടിട്ട് ഉസ്മാൻ തങ്ങൾക്ക് സഹിച്ചില്ല. അവിടെ നിന്ന് ചോദിക്കുന്നു, മസൂദേ, കുറച്ചു പണം ഞാൻ തരട്ടെ, മക്കളുടെ ആവശ്യത്തിന് ചിലവഴിക്കാമല്ലോ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഉസ്മാനെ, എന്തിനാ ഉസ്മാനെ പണം? എനിക്കെന്തിനോ? എന്റെ മക്കളെ കുറിച്ച് എനിക്ക് ബേജാറില്ല, എന്റെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയില് ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്തുൽ വാഖിഅ ഓതിയാൽ അല്ലാഹു ആ വീട്ടുകാർക്ക് ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏത് വീട്ടിലാണോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് സൂറത്തുൽ വാഖിഅ 2.25 പേജ് ഇതാര് ഓതുന്നോ അവർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല. എന്റെ പെമ്മ
പെമ്മക്കൊക്കെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ പെമ്മക്കൊക്കെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ എല്ലാ ദിവസവും ഓതാറുണ്ട്. അതുകൊണ്ട് ഇബ്നു മസ്ഊദിനൊരു ടെൻഷനുമില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, മക്കള് പ്രായപൂർത്തിയായി എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞ് പകലുകൾ കടന്ന് ടെൻഷൻ അടിക്കണ്ട. പൊന്നാര മക്കളെ വിളിച്ചിട്ട് ടിക്ടോക്കിൽ കേറാനല്ല പറയേണ്ടത്. മക്കളെ വിളിച്ചിട്ട് പറയണം, ഖുർആൻ എടുക്ക്, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കടി, സൂറത്തിൽ വാഖിയ പഠിക്ക്, സൂറത്തിൽ വാഖിയ പഠിക്ക്. എല്ലാ ദിവസവും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ മക്കളെ വീടിന്റെ അകത്തിരുത്തിയിട്ട് വാഖിയ ഓതിപ്പിക്ക്. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരൂല, നിന്റെ മക്കൾക്ക് അല്ലാഹു നല്ല ജീവിതം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ വാഖിയ. പെമ്മക്കൾ വളർന്നു വരുന്ന ഉസ്താദെ എങ്ങനെ കെട്ടിക്കാനുള്ള വഴിയാ ഞാൻ പറഞ്ഞു. പെമ്മക്കളോട് പറ, അതെങ്ങനെ മോളെ മൊബൈൽ എടുക്കടി, ടിക്ടോക്ക് കളിക്കാം, ഉമ്മായും മോളും കൂടെ കളിക്കണം. ഉമ്മായും മോളും കൂടെ ചാകാൻ കിടക്കണ കിളവി വരെ നിനക്ക് കബറി കൊണ്ടുപോകാൻ സമയമായി, എന്നാലും കയറിയിരുന്ന് കാണുന്ന ഓരോന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിക്കൂടി പോണ്ടയാണെന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ, എല്ലാം അങ്ങനെ. പിന്നെ ഉസ്താദന്മാരെങ്ങാണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങാരുടെ നെഞ്ചത്തോട്ട് കയറുക. ടിക്ടോക്ക് നടത്തിയിട്ട് എന്തിനാടി തെണ്ടെന്ന് ഞാൻ വെക്കണേ. ഓരോന്നെണ്ണിങ്ങനെ അങ്ങോട്ട് ഓരോ വീഡിയോ എടുത്തങ്ങോട്ട് ഇട്ടിട്ട് തെണ്ടാ, പിച്ച തെണ്ടുന്നത് പോലെ ലൈക്കുതാ. ആരൊക്കെ ഷെയർ ചെയ്തു, ആരൊക്കെ കമന്റ് അടിച്ചു. കമന്റ് നിന്നെയൊക്കെ പള്ളിക്കൂടി കൊണ്ടുപോകുമ്പോൾ നിന്നെയൊക്കെ കമന്റ് അടിക്കും നല്ലതുപോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കുറ്റം. നീയൊക്കെ ഏത് തോന്നിവാസം കാണിച്ചാലും ഒന്നും പറയാൻ പാടില്ല. കാണിച്ചോ, നിന്റെ രാജ്യം അതിനുള്ള അവകാശം നിനക്ക് തരുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നീ കാണിച്ചോ, മുണ്ടില്ലാതെ നടക്കണമെങ്കിൽ നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഒന്നുകൂടെ നീ ഓർക്കണം, ഒരൊറ്റ വാക്കേ ഞാൻ പറയൂ. അല്ലാഹ് പറഞ്ഞതാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എടി നീ എവിടെ പോയാലും തിരിച്ച് എന്റെ മുന്നിൽ തന്നെ വരും. അത് അല്ലാഹയാ പറഞ്ഞേ. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നീ പോയാലും ഒരിക്കൽ എന്റെ മുന്നിൽ നിന്നെ കൊണ്ടുവരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറ, പെമ്മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്ക്, എന്നിട്ട് ഓദിപ്പിക്ക്. നീ ഒരു ടെൻഷനും വേണ്ട, നിന്റെ മക്കളുടെ വിവാഹം അള്ളാഹു നടത്തിത്തരും. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും പേടി, ഉസ്താദ് ജോലി പോകുമോ, വീട് വിൽക്കേണ്ടി വരുമോ, കച്ചവടം തകർന്നു പോകുമോ, എല്ലാവർക്കും ടെൻഷൻ. പരിഹാരം വേണോ? ഒരു ടെൻഷനും വേണ്ട. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിലനിർത്തി തരണമെങ്കിൽ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ, നിന്റെ കയ്യും കണ്ണും കാലും കരളും കിഡ്നിയും ഒക്കെ പോയാ പിന്നെ എന്ത് വിലയാ നിനക്കുള്ള? എന്നെന്താ ഇവിടെ കെട്ടിവെക്ക് പോലും വേണ്ടല്ലോ, ഭാര്യക്കും മക്കൾക്കും പോലും വേണ്ട. കിടക്കുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു അവസ്ഥ വന്നാൽ കൂടെ കിടന്നവള് നോക്കി മടുത്തു, തീരാൻ ദുആ ചെയ്യാൻ. സ്വന്തം മക്കൾ പള്ളി വന്നിട്ട് ഖത്തീബിനോട് പറയുന്നു, ഒന്ന് ദുആ ചെയ്യാൻ തീരാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, ഈ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണമെന്നുള്ളവര് കൈവെക്ക്, വേണമെങ്കിൽ പൊക്കിയാൽ മതി, എനിക്കൊരു നിർബന്ധമില്ല. നീ കിടന്ന് മലമൂത്ര വിസർജനം നടത്താൻ നീ വലിച്ചു വെക്കുന്ന അതൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓതുവോ ഉറക്കപ്പറ, ഓതുവോ. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, പൈശാചികമായ ഉപദ്രവങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ സൂറത്തുൽ ബഖറയാണ് ഓതേണ്ടത്. ഖബറിന്റെ അകത്ത് പ്രകാശം കിട്ടണമെങ്കിൽ സൂറത്തുൽ മുൽക്കാണ് ഓതേണ്ടത്. അല്ലാഹുവേ, ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടണമെങ്കിൽ സൂറത്തുൽ സജദയാണ് ഓതേണ്ടത്. മരിച്ചവരുടെ ഖബറിന്റെ അകത്ത് 40 ദിവസം രക്ഷ കിട്ടണമെങ്കിൽ ഓതേണ്ടത് സൂറത്തുൽ യാസീനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഏതു മാറാത്ത രോഗങ്ങൾക്കും ഖുർആനിൽ മരുന്നുണ്ട്. ഏത് മാറാ രോഗമാകട്ടെ, ഏത് രോഗത്തിനും ഖുർആനിൽ 7 ആയത്തുകളുണ്ട്. ശിഫാഇന്റെ 7 ആയത്തുണ്ടല്ലോ, അത് ഏത് രോഗത്തിനുമുള്ള മരുന്നാണ്. ഉസ്താദേ, വീടില്ല ഉസ്താദ്, വീടിന്റെ പണി നടക്കുന്നില്ല ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ,
ലീലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് വീട് കിട്ടാനുള്ള സൂറത്താണ്. എന്റെ പ്രിയമുള്ളവരെ, ഇല്ലാത്തതൊന്നുമില്ല. ഏത് തലതിരിഞ്ഞവനെയും നന്നാക്കാൻ ഖുർആനിൽ സൂറത്തുണ്ട്. ഏത് തലതിരിഞ്ഞവനെയും എത്ര വൃത്തികെട്ടവനെയും നന്നാക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാട് എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബ, ഖുർആനിലെ ഒരു സൂറത്തോട് സഹാബ. അല്ലാഹുവേ, സ്വഹാബികൾ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തോതാൻ തുടങ്ങി. അല്ലാഹുവേ, പ്രവാചകൻ കരയാൻ തുടങ്ങി. മുത്തുനബി ഇരുന്ന് കരയുകയാണ്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ സഹാബികളും കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഓതി കഴിഞ്ഞപ്പോ കരയാത്ത സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത് മോദാർ. സഹാബികൾ അവിടെ നിന്ന് സൂറത്തോതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. സഹാബാക്കളിൽ പലരും ഇരുന്ന് കരയുകയാണ്. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ഈ സൂറത്ത് ഓതുമ്പോൾ കരയണേ സഹാബ. ഈ സൂറത്ത് ഓതുമ്പോൾ കരയണം സഹാബ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളെ കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബ. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും സഹാബ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ്, ഉമ്മാ, നിനക്ക് സ്വർഗം വേണോ? പാലരുവികളും തേനരുവികളും ഒടുകുന്ന പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിനക്ക് വേണോ പെങ്ങളെ? ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയിട്ട് കരയാൻ പറ്റുമെങ്കിൽ നീ കരാ, ഇല്ലെങ്കിൽ അഭിനയിക്കുമാ. അഭിനയിക്കാൻ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്റെ ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുന്നവരാ. ഉമ്മ, നിനക്ക് നല്ലതുപോലെ അറിയാ, അവള് പണത്തിന് വേണ്ടിയാണ് കരയുന്നതെന്ന്, അവൾ അഭിനയിക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഉമ്മ? അവള് പണത്തിന് വേണ്ടി അഭിനയിക്കുമ്പോ നീ അത് കണ്ടിട്ട് കരയുകയല്ലേ? നീ അതിനു പകരം അല്ലാഹുവിന്റെ ഖുർആനിൽ 5 or 6 വരി മാത്രമുള്ള ഈ സൂറത്ത് ഓതിയിട്ട് നിനക്കൊന്ന് കരയാൻ കഴിയുമോ? ഒരുപാട് പേര് കരഞ്ഞത് ഈ സൂറത്ത് കേട്ടിട്ടാ. എന്റെ പ്രിയമുള്ള ഉമ്മ, മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നല്ലോ. വികാര വിചാരമുള്ള, പച്ചയിറച്ചിയുള്ള, ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ള നിന്നെക്കാളും സുന്ദരിയായ നഫീസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ, നിനക്ക് മഹ്ദിയുടെ ചരിത്രം അറിയോ? ഏത് സീരിയലിന്റെയും കഥ പറയാൻ നിനക്കറിയുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഒരു സൂറത്ത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ, അൽഹാകും മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഓതിയിട്ട് ആറടി മണ്ണെന്ന് പറയുന്ന ഖബറിനെ കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുമ്പോ മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ അവിടെ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ സുബ്ഹാനല്ലാഹ് എഴുന്നേറ്റ് തന്റെ
വീട്ടിലേക്ക് ഓടുകയാ. ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ആ ഖബറിന്റെ അകത്തെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞപ്പോ തന്റെ വീടിന്റെ അകത്തേക്ക് ഓടി ചെന്നിട്ട് വീടിന്റെ വാതിലടച്ചു. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, മുസല്ലയെടുത്ത് മാറ്റിയുമ്മ, മുസല്ലയെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് വീടിന്റെ മൂലയിൽ പോയിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവുമായി എടുത്തുകൊണ്ട് വന്നു, ഒരു ആയുധം കൊണ്ടുവന്നു. എന്നിട്ട് നിസ്കരിച്ചിരുന്ന സ്ഥലത്ത് ആരും കാണാതെ ഒരു കുഴിയെടുത്തുമ്മ, ആരും കാണാതെ പടച്ചവനെ ഒരു ഖബറ് കുഴിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാണ്, ആരും കാണാതെ പാതിരാത്രി തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖബറ് കുടിക്കുകയാ. നിനക്ക് ധൈര്യമുണ്ടോ ഉമ്മ? നിനക്കതിന് ധൈര്യമുണ്ടോ? ആരും കാണാതെ തന്റെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കുകയാണ്, കരയുകയാവും. നീ മഗ്‌രിബ് കിടന്നിട്ട് സീരിയൽ കണ്ടിട്ട് കരയുമ്പോ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, ഖബറിലെ മണ്ണ് നനയുകയാണ്. കാരണം എങ്ങനെ കരയാതിരിക്കും? ഖബറല്ലേ, എങ്ങനെയാണ് കരയാതിരിക്കുക? ഖബറല്ലേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. പടച്ചവരെ, ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് കരയണമെന്നാണ്, ഖബറ് കണ്ടാ കരയണമെന്നാണ് നഫീസ കരഞ്ഞുകൊണ്ടാ ഖബറ് കുടിക്കുന്നത്. അല്ലാഹുവേ, ഇടയ്ക്കിടയ്ക്ക് ഖബറിന്റെ അകത്ത് പിടഞ്ഞു വീഴുകയാ. സ്വന്തം കൈകൊണ്ട് ഖബറ് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ കരഞ്ഞ് ഖബറിന്റെ അകത്ത് തളർന്നു വീഴും. എങ്ങനെ കരയാതിരിക്കുമല്ലോ? എന്നെ പുഴുക്കള് തിന്നുമല്ലോ, എന്നെ പാമ്പ് കടിക്കുമല്ലോ, എന്നെ മണ്ണരിക്കുമല്ലോ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷവാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. നഫീസ കരഞ്ഞ് തളർന്നു വീഴുകയാണ്. അങ്ങനെ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. ഖബറിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ട് ഒതുവെടുത്തുമ്മ. എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്തിറങ്ങി. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നമസ്കരിച്ചു. ആ ഖബറിന്റെ അകത്തിരുന്ന് 10,000 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു. ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് 4,000 ഖത്തമോദിയുമ്മ. ഒന്നും രണ്ടും ഖത്തമല്ല, 4,000 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തു. പടച്ചവരെ, എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഉറങ്ങാറില്ല, ശരീരം മുഴുവനും കറുത്തു, എല്ലു വെളിയിൽ കാണുന്ന രീതിയിൽ എല്ലും തോലുമായി, കണ്ണൊക്കെ കുടിഞ്ഞുപോയി, ഒരുപാട് രോഗങ്ങൾ പിടിച്ച് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, മോളെ നഫീസ
എന്ത് കോലമാണ് നഫീസ, എന്ത് കോലമാണ് നഫീസ. ഇങ്ങനെ നീ പട്ടിണി കിടക്കല്ലേ, ഇങ്ങനെ നീ ഉറക്ക വഴിയല്ലേ, എന്തിനാ മോളെ ഇങ്ങനെ കിടക്കുന്നത്? കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, നീ ഇങ്ങനെ കടന്നാ മരിച്ചു പോകുമെന്ന് കുടുംബക്കാര് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ കരയുകയാ. ഉപദേശിക്കുന്നവരുടെ മുന്നിലിരുന്ന് കരയുകയാണ്. എന്തിനാ നഫീസ കരയുന്നത്? എന്തിനാ നഫീസ നീ കരയുന്നത്? ഞാൻ 30 കൊല്ലമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? കുടുംബക്കാരോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ 30 കൊല്ലം കൊണ്ട് അല്ലാഹുവിനോട് ഈ ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാ. രണ്ട് കാര്യമാ ചോദിക്കുന്നത്. എന്റെ ഒന്നാമത്തെ മോഹം എന്തെന്നറിയോ? ഒരു പെണ്ണ് 30 കൊല്ലം ദുആ ചെയ്തത്, നാദാ മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയായിട്ട് വേണം മരിപ്പിക്കാൻ. ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം. 2 ഖുർആൻ ഓതിയിട്ട് മരിക്കണം നാദാ. ഇതാണ് എന്റെ അഭിലാഷമെന്ന് പറയുമ്പോ കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞു പോയി. അവസാനം തന്റെ മരണം അടുത്ത് വന്നപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തമായിട്ട് പോയിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് കഫൻ തുണിയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് പോയി കിടന്നു. പെങ്ങളെ, അതാ വീടിന്റെ കവാടത്തില് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് അവിടെന്ന് വിളിക്കുന്നു, നഫീസ അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്ന നഫീസ. അവിടെന്ന് സലാം പറഞ്ഞിട്ട് ചിരിക്കുന്ന മുഖത്തോടെയാണ് മലക്കുൽ മൗത്ത് കടന്നു വന്നത്. പടച്ചവനെ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാട്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാട്. 30 കൊല്ലം അല്ലാഹുവിനോട് കരഞ്ഞു ചോദിച്ചിട്ട് കൊടുത്തതാവുമോ? എന്നിട്ടോ മലക്കുകൾ അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. നഫീസയുടെ രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണമെന്നാണ്. റബ്ബേ, ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് പച്ചപ്പറവയെ പോലെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ നീ കരയണമെന്ന് സിറാജ് പറയുന്നില്ല. നിനക്കും അഭിനയിച്ചുകൂടെ? കരയുന്നവരെ പോലെ നിനക്കും അഭിനയിച്ചുകൂടെ? അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഒന്നുകിൽ കരയുക, അല്ലെങ്കിൽ അഭിനയിക്കുക. അഭിനയിച്ച അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ കരയാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റൂല. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കരയാൻ പറ്റൂല, നമുക്ക് അഭിനയിക്കാം. അതിനാരും പഠിപ്പിച്ചു തരണ്ടല്ലോ. എല്ലാം സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള അഭിനയമാണ്. സിനിമയിലല്ല അഭിനയിക്കേണ്ടത്, ജീവിതത്തിൽ അഭിനയിക്കുക. കരയുന്നവരെ പോലെ അഭിനയിക്കുക. അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഓതുമെന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. പൊക്കിക്കേ, പൊക്കാത്തവരെ ഞാനൊന്ന് കാണട്ടെ. ആ കൈവക്കാത്ത മനുഷ്യനെ ഒന്ന് കാണട്ടെ. ഓൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഇനി എന്തുകൊണ്ട് കൈപൊക്കിക്കോ. കൈപൊക്കാത്തവനുള്ള പ്രതിഫലം നിങ്ങൾ നോക്കിക്കോണം. ആരാണ് കൈപൊക്കാത്തത് നോക്കിക്കോണം, അവക്കുള്ള പ്രതിഫലം കേട്ടോ. ആ കൈപൊക്കാത്തവൻ ഒറ്റ സൂറത്തോതിയ സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും മോദാ മനസ്സില്ലാത്തവൻ കേട്ടോ, ആ കൈപൊക്കാത്ത മഹാന് അല്ലാഹു ഒരു പ്രതിഫലം തരും. ഈ ലോകത്ത് നീ എവിടെ കടന്നു മരിച്ചാലും, ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഈ ഒരൊറ്റ പ്രതിഫലം നിനക്കുള്ളൂ. അവന് മതവിളകിയ ആന വന്നാലും നെഞ്ചു വിരിച്ചിരിക്കണം എന്നുള്ള ചിന്തയല്ലേ? അള്ളാന്റെ ഖുർആനിലെ ഒരൊറ്റ സൂറത്തോതിയാ സ്വർഗം കിട്ടുമടാ എന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്ത നിന്റെ അവസാന വാക്ക് അള്ള തന്നെ പറയുന്നുണ്ട്, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ചാകാൻ കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് അടുത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ നീ തന്നെ വിളിച്ചു പറയും, ഞാൻ ചാകുന്നത് കാഫിറായിട്ടാ, ഞാൻ ചാകുന്നത് കാഫിറായിട്ടാ എന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പറ, സൂറത്ത് ഓതുവോ? കൈവക്കിക്കേ. എവിടെ കൈവക്കാനാ? ചോറ് വിളമ്പുമല്ലേ? ബിരിയാണി അപ്പ കൊടുക്കണേ? ബിരിയാണി താഴെ വീടണ്ട. അതെന്തപ്പാ? എവിടെ പോയാലും ദുആയിക്ക് ശേഷവാ ജീരണി. ഇവിടെ എന്താ ദുആയിക്ക് മുമ്പാ? പിന്നെ പെണ്ണുങ്ങൾക്ക് ആയതുകൊണ്ടായിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സൂറത്തു തകാസുർ ഓതുമ്പോൾ കരയണം, അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണം. അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നിഅമത്തുകളും മരിക്കുവോളം നിലനിൽക്കണം. മരിക്കുന്ന കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതണം. ഓതുവോ? വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓതുവോ? ഇല്ലേ? വേണോ? വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. പോരാ, ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറ. ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാരന്മാർക്ക് വേണ്ടി ഇതിനെക്കാരും വിളിച്ചില്ലേ? ഒരു നല്ല വിളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ഭവനമേത അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ വരുന്ന മൂന്നാമത്തെ വീട്. അപ്പോൾ ഒരായത്ത് വേണ്ടേ? എന്തൊക്കെ പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. 3-4 കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? സ്വന്തം ഫോൺ നമ്പർ പോലും കാണാതെ അറിയാത്ത ആൾക്കാരോടെ ഞാനത് ചോദിക്കുന്നത്. എടാ, എല്ലാവർക്കും ഓർമ്മക്കുറവാ. എല്ലാവർക്കും ഓർമ്മക്കുറവ്. ആണുങ്ങളൊക്കെ കാലി കിടക്കുന്ന ചെരുപ്പിൽ നോക്കിക്കേ. നിന്റെ കാലി കിടക്കുന്ന ചെരുപ്പിൽ നോക്ക് മനുഷ്യന്മാരെല്ലാവരും. ആണുങ്ങളൊക്കെ നിങ്ങളുടെ കാലി നോക്കു. മനുഷ്യ ചെരുപ്പില് കാലി കിടക്കുന്ന ചെരുപ്പിൽ നോക്കിയാ ഉണ്ടോന്നല്ല, നോക്ക്. നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാലനുസിയാൻ വന്നിടും കളിയല്ലേ. എന്താ പറഞ്ഞേ? നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ. കറുത്ത ചെരുപ്പ് ധരിച്ച നിന്റെ ഓർമ്മശക്തി കുറഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെരുപ്പ് കടക്കാരന്റെ നെഞ്ചത്തടിച്ചതല്ല, അങ്ങനെ ചിന്തിക്കണ്ട. കാലി കിടക്കണ ചെരുപ്പ്. നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കരുത്. സ്കൂളിൽ പോണ മക്കൾക്കൊക്കെ കറുത്ത ഷൂ. ഏത് ഷൂ? കറുത്ത ഷൂ. എന്നിട്ട് അവനോട് പഠിക്കട. എങ്ങനെ പഠിക്കാനാ? എന്തായാലും പേടിച്ച കറുത്ത ചെരുപ്പ് കൊണ്ട് കളയണമെന്നാ. കമ്മച്ചിക്കാരൊക്കെ സുഖമല്ലേ എല്ലാത്തിനും? ഉസ്താദിന്റെ കറുത്ത ചെരുപ്പല്ലേ, അത് കാപ്പി പിടിച്ചെരുപ്പാ. നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ബുദ്ധി അല്ലേ? ഈ പെണ്ണുങ്ങള് പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ മൊത്തം പിന്നെ കറുപ്പല്ലേ? കറുത്ത പർദ്ദ തന്നെ ഇട്ടിരിക്കണം. അവന് ചെരുപ്പിന് മാത്രം. നിങ്ങൾ എന്ത് ധരിച്ചാലും സൗന്ദര്യ. നിങ്ങളുടെ കാര്യം, ഞാൻ ആണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞേട്ടാ. അള്ളാഹു ഈമാൻ, അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഓതുന്ന സൂറത്താണ്. ഈ സൂറത്തിൻ്റെ അകത്ത് ഒരുപാട് ചരിത്രം അള്ളാഹ് പറയുന്നുണ്ട്. ചരിത്ര പുസ്തകമല്ല ഖുർആൻ, എന്നിട്ടും അള്ളാഹ് ചരിത്രം പറയുന്നു. എന്തിന്? നമുക്ക് പഠിക്കാൻ. അതിനകത്ത് സൂറത്തുൽ കഹ്ഫിന്റെ അകത്ത് 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് അള്ളാഹ്. എന്തേ പറയണേ? ഒരുത്തൻ തൻ്റെ കൃഷിയിടം, തൻ്റെ തോട്ടം മുഴുവനും അള്ളാഹുവെ നശിച്ചു പോയപ്പോ മറ്റൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ, ഒറ്റ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നശിക്കൂലായിരുന്നു. ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി.
സൂറത്തുൽ കഹ്ഫ് എടുത്തിട്ട് അതിന്റെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ പിന്നെ പരിഭാഷകളൊക്കെ ഉണ്ടല്ലോ. ആവശ്യമുള്ള പരിഭാഷയുണ്ട്, നല്ലതുണ്ട്, ചീത്തയുണ്ട്. നല്ലത് നോക്കി. അപ്പൊ ആ തഫ്സീറിന്റെ അകത്ത് ആ കഥ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ ചരിത്രം, അതിന്റെ വിശദീകരണത്തിൽ മുത്തുനബി പറയുന്നുണ്ട്, ആ ആയത്ത് ആരെങ്കിലും ഓതിയാൽ നീ കടയിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വണ്ടി കയറുമ്പോ, സ്കൂളിൽ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, വീടിന്റെ അകത്ത് കയറുമ്പോ, വീടിന് കുറ്റിയടിക്കുമ്പോ, പാലുകാച്ച് നടത്തുമ്പോ, എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ആയത്ത് നീ ഓതിയ അള്ളാഹു നിലനിർത്തി തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഏതായത്താ? സൂറത്തുൽ കഹ്ഫല്ല, നെഞ്ചത്തടിക്കണ കാര്യമൊന്നും പറയാതെ, സൂറത്തുൽ കഹ്ഫിലെ ഒരായത്ത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ ഒന്ന് പറഞ്ഞേ. ഇത് വണ്ടിയുടെ മുന്നിൽ എഴുതി വെക്കാനല്ല, വണ്ടിയുടെ പുറകിലും മുന്നിലും വലിയ കൊട്ടാരം പഴിയുമ്പോ ചുമ്മാ ഒരു മാഷാ അല്ലാഹ്. എന്തിനാ മനുഷ്യ മാഷാ അല്ലാഹ് എഴുതി വെക്കണം? എന്ത് വലിയ വീടും തോന്നാൻ. അങ്ങനല്ല. ചില വീടിന്റെ മുന്നിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, കൊട്ടാരം പണിതിട്ട് ഹാദാ മിൻ ഫദ്ലി റബ്ബി തബാറക്കല്ലാഹ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ എഴുതുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് എഴുതുന്നു. സുബ്ഹാനല്ലാഹ്. അത്ഭുതം കാണുമ്പോ ഖുർആൻ എടുത്ത് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതം കണ്ടപ്പോഴൊക്കെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, ആ വാക്ക് അല്ലാഹു ഉച്ചരിക്കുന്നത് അത്ഭുതകരമായ കാര്യങ്ങൾ. അപ്പൊ വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് അല്ല സുബ്ഹാനല്ലാഹ്, ഇതെന്ത് വീടാ പഠിച്ചവനെ കാണുന്നവൻ തോന്നണം. അപ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, ഇത് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുവോളം നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരുന്ന മൂന്നാമത്തെ വീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സദക്ക കൊടുക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സദക്ക ചെയ്യുന്ന വീട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരു വീടിനെ കുറിച്ച് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയ ആയത്താണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബി സദഖ കൊടുത്തപ്പോഴാണ് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നാട്ടിൽ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ പടച്ചവനെ ഒരാൾ പണിത് കൊടുത്തു. മനോഹരമായ മദ്രസ. നാളെ മുതൽ അതിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ ഭൂമി വാങ്ങിയതിൽ 5 ലക്ഷം രൂപ കടമാണ്. 5 ലക്ഷം രൂപ കടമാണ്. ആ കടത്തിലാണ് മക്കളിരുന്ന് പഠിക്കുന്നത്. എന്റെ പ്രിയമുള്ളവര്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അല്ലാഹുവേ, പള്ളിയുടെ കടമാണ്. ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്താ? ഇന്ന് കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞാൽ നിങ്ങളുടെ വീട് കാണാൻ ഇന്ന് ഭാര്യയും മക്കളുമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ കാണുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ചവര് അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ്, സമാധാനമാണ്, നല്ല ജീവിതമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ മദ്രസയാണ്. ഇവിടെയാണ് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, ഇവിടെയാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നത്, ഇവിടെയാണ് എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്, ഇവിടെയാണ് രാവിലെ ഫാത്തിഹ ഓതുന്നത്, ഇവിടെയാണ് മക്കൾ പിരിയുമ്പോ സ്വലാത്ത് പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ നിന്റെ 1 രൂപയുണ്ടോ? ഈ ഭൂമിയിൽ നിന്റെ
നിന്റെ 1 രൂപയുണ്ടോ 6 അടി മണ്ണിലേക്ക് മുടങ്ങാതെ ഒഴുകുന്ന ജാരിയായ സദക്കയാ. അതിനേക്കാളും വലിയ ഒരു ബിസിനസ് ഇല്ല, അതിനേക്കാളും വലിയ ഒരു പ്രതിഫലമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അല്ലാഹുവേ എനിക്ക് ഹറാമായ ഒരുത്തന്റെ മുതലും വേണ്ട. നിങ്ങളെ ഞാൻ നിർബന്ധിക്കൂല. കാരണം ഇവിടെ ഇൽമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഹറാമായ പൈസ വേണ്ട, കള്ളുകുടിയന്റെ പൈസ വേണ്ട, പലിശക്കാരന്റെ പൈസ വേണ്ട. ഹലാലായത് മാത്രം മതി. ആ മനസ്സ് തരുന്നവൻ അല്ലാഹുവാ. ുള്ള മനസ്സു തരുന്നത് അല്ലാഹുവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരോട്, സഹോദരങ്ങളോട്, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഈ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ കയ്യില് ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എണ്ണിക്കോ, അല്ലാഹു തരുന്ന പ്രതിഫലം എണ്ണിക്കോ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു 2 കാര്യമാണ് ചോദിക്കുന്നത്. അത് കൊടുത്താ പ്രതിഫലം സ്വർഗമാണ്, അത് കൊടുത്താ പ്രതിഫലം സ്വർഗമാണ്. 1 ശരീരമാണ്, 2 സമ്പത്താണ്. അല്ലാഹു പറയുകയാ, ആരെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പടച്ച റബ്ബ് പറയുകയാ. വേണോ സഹോദരാ? അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കണ്ടേ? സ്വർഗം കണ്ടിട്ട് വേണം മരിക്കാൻ. ചിലരുടെ ജനാസ നീ കണ്ടിട്ടുണ്ടല്ലോ, കാണാൻ തന്നെ പേടിയാണ്. കണ്ണ് തെള്ളിയിട്ട്, മുഖം കറുത്തിട്ട്, വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ചിട്ട് അല്ലാഹുവേ മൃഗങ്ങളെ പോലെ കടന്ന് വലിച്ച് വലിച്ച് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു കിടക്കുന്ന എത്രയോ പേരുടെ മയ്യത്ത് കണ്ടവരാ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു തരാമെന്ന് പറഞ്ഞത് സ്വർഗമാണ്. വഅബ്സിറൂ ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കാ. ഒന്നാമത്തെ പ്രതിഫലം സ്വർഗം കണ്ടിട്ട് മരിക്കാ. 2, എന്റെ പെങ്ങന്മാരോട് പലരും ചോദിക്കുമല്ലോ, എന്തിനാണ് ഈ വഅദിന് പോയിട്ട് മോതിരമൂരി കൊടുക്കുന്നത്, സ്വർണ്ണമൂരി കൊടുക്കുന്നത്, നിനക്ക് പ്രാന്താണോടി എന്ന് ചോദിക്കുമ്പോ ഉമ്മമാരേ, അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം കേട്ടോ, അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം കേട്ടോ. 6 അടി മണ്ണിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കബറടക്കുമല്ലോ. എല്ലാവരും കൂടെ നിന്നെ കബറിന്റെ അകത്ത് കൊണ്ടുപോയി കുഴിച്ചിടുമല്ലോ. 3 വന്ന് പലക മാറ്റിയാൽ കണ്ണു മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ. നിന്റെ മനോഹരമായ ചുണ്ടില്ല. ദിവസങ്ങൾ കഴിയുമ്പോ നിന്റെ വയറ് വീർക്കുകയാണ്, ബലൂണ് പൊട്ടുന്നത് പോലെ പൊട്ടുകയാണ്. അവസാനം അല്ലാഹുവേ പുഴുക്കൾ തിന്ന് അല്ലാഹുവേ മണ്ണിലേക്ക് അലിഞ്ഞു പോകുമല്ലോ. നിനക്കൂരിക്കൊടുക്കാൻ കഴിയുവോ? അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊടുത്താൽ 1 നല്ല മരണമാണ്, സ്വർഗം കാണാനുള്ള ഭാഗ്യമാണ്. 2 പുഴുത്തു നാറാതെ കിടക്കാ, പുഴുത്തു നാറാതെ കബറിന്റെ അകത്ത് കിടക്കാ. നിന്റെ ശരീരം മണ്ണ് തിന്നൂല, നിന്റെ ശരീരം പുഴുക്കൾ തിന്നൂല. മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബിയുടെ ജനാസ കബറിന്റെ അകത്ത് വെച്ചിട്ട് മുത്തുനബി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബിയുടെ കബറിന്റെ താഴെ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് മണ്ണ് തൊടുന്നില്ല. ഖദീജാര മണ്ണ് തൊടുന്നില്ല.
നബി അത്ഭുതത്തോടെ ഖബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ അല്ലാഹുവിന്റെ നബിയേ ഖദീജയെ മണ്ണ് തൊടൂല ഖദീജയെ മണ്ണ് തൊടൂല എന്തേ ജിബ്രീൽ കാരണം എന്തേ ജിബ്രീൽ ഖദീജ സദഖ കൊടുത്തവളാണ് നബിയേ ഖദീജ സദഖ കൊടുത്തവളാ സദഖ കൊടുത്ത ഖദീജയെ മണ്ണ് തിന്നില്ല എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന ഈ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി എന്റെ ഉമ്മ പെങ്ങന്മാര് സഹോദരങ്ങള് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്താ നിങ്ങളെ മണ്ണ് തിന്നാതെ പുഴുത്തു നാറാതെ ഖബറിന്റെ അകത്ത് കിടക്കാ മൂന്നാമത്തെ പ്രതിഫലമെന്ത് അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ഖബർ വെട്ടിപ്പൊളിച്ചിട്ട് എല്ലാവരും എഴുന്നേൽക്കുകയാണ്. 6 അടി മണ്ണിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ രൂപത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിൻകാലത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ സദഖ കൊടുത്ത ചെറുപ്പക്കാരാ ആ പരലോകം ഭയാനകമാണടാ. ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. അല്ലാഹുവേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ, അള്ളാന്റെ കോടതിയുണ്ടല്ലോ. ആ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ പള്ളിക്കും മദ്രസയ്ക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടി സദഖ കൊടുത്ത ഉമ്മ ഇവളുമാരൊക്കെ ഉണ്ടാകും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാം ഉണ്ട്. പ്രായം ചെന്ന് മരണമെടുത്തിട്ട് പോലും ആർക്കും 5 പൈസ കൊടുക്കാതെ ശരീരം മുഴുവനും ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ ഇട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങളെ നാളെ റബ്ബിന്റെ കോടതിയില് അല്ലാഹുവേ മദ്രസയ്ക്ക് കൊടുത്ത പെണ്ണുങ്ങളൊക്കെ പറവയെ പോലെ പറക്കുകയാ. അതാ ആകാശത്തുകൂടെ റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ റിദ്വാനെന്ന മലക്ക് നിന്നോട് ചോദിക്കുന്നു, നീ ആരാ? ഹൽ റഅയ്തു ഹിസാബ്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ സിറാത്ത് താണ്ടിയിട്ടാണോ വരുന്നത്? നീ ആരാ? നിനക്കെങ്ങനെ ഈ പ്രതിഫലം കിട്ടി? അന്ന് പറയണം, അല്ലാഹുവിന്റെ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടി ഒരു സദഖ കൊടുത്തതിന് അല്ലാഹ് എനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് പെങ്ങളെ എണ്ണിക്കോ. 1, നീ മരിക്കുന്ന സമയത്ത് ഇന്ന് നിന്റെ വീട് കാണാൻ മലക്ക് വരും, നിനക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടും. 2, മരിക്കുമ്പോ സ്വർഗം കാണാം. 3, പുഴുത്ത് നാറാതെ കബറി കിടക്കാം. 4, പറവയെ പോലെ പറന്ന് സ്വർഗത്തിൽ പോകാം. 5, വലക്കാകും നളിറത്തം വസുറൂറാ. നിനക്കിതെല്ലാം തന്ന അല്ലാഹനെ കാണാനുള്ള ഭാഗ്യമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, പാവങ്ങളെ സഹായിക്കാനാണ്, കുറച്ച് പണം വേണം സഹാബാ. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എടുത്തു കൊണ്ടുവാ സഹാബാ. മുത്തുനബി പറയുമ്പോ മസ്ജിദുൻ നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പൈസ കൊണ്ടുവന്നവരുണ്ട്.
അല്ലാഹുവേ തുണി കൊണ്ടുവന്നവരുണ്ട്, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നവരുണ്ട്, കാരയ്ക്ക കൊണ്ടു കൊടുത്തവരുണ്ട്, ഗോതമ്പ് മാവ് കൊണ്ടു കൊടുത്തവരുണ്ട്, ഈന്തപ്പന ഓല കൊണ്ട് നെയ്തിരുന്ന പാ കൊണ്ടുവന്ന് കൊടുത്തവരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സദക്ക ചോദിക്കുമ്പോ സ്വഹാബികൾ ഓടിച്ചെന്ന് അവരുടെ വീടിന്റെ അകത്തിരിക്കുന്നത് എടുത്തുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. ആ സമയമുണ്ടല്ലോ ഇബ്നു ഉകൈൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. 2 കാലില്ല, വലത് കൈ മാത്രമേ ഉള്ളൂ. വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വീടിന്റെ മുന്നിലൂടെ സദക്കയുമായിട്ട് ഓടുകയാണ്. നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല മരണം വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ നിങ്ങൾ പറഞ്ഞു, ഞാൻ വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങൾ നനയ്ക്കാം. യഹൂദി കൽബുതമായി, ഇവൻ ഒറ്റ കൈ കൊണ്ട് എങ്ങനെ വെള്ളം കോരാനാണ്? അവിടെ നിന്ന് ജോലി കൊടുത്തു. ഇബ്നു ഉകൈൽ റളിയല്ലാഹു തആല അൻഹു തൊട്ടിയും കയറും കൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നു. വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലിട്ടു. വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈ കൊണ്ട് കയറിങ്ങനെ വലിക്കുകയാണ്. വലത് കൈ കൊണ്ട് കയറിങ്ങനെ വലിക്കുകയാണ്. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ല. എന്തേ ചെയ്തതെന്നറിയോ? കയറിങ്ങനെ പല്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു. എന്നിട്ട് വീണ്ടും വെള്ളം വലിക്കും, കടിച്ചു പിടിക്കും. ഇതുപോലെ വെള്ളം മുകളിലെത്തുമ്പോ വാഗുണ്ട് കയറ് കടിച്ചു പിടിച്ചിട്ട് ആ വെള്ളമെടുത്ത് പാത്രത്തിൽ ചരിക്കും, തൊടയുടെ മുകളിൽ വെക്കും. നിരങ്ങി നിരങ്ങി ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. യഹൂദി വീടിന്റെ അകത്ത് കയറിപ്പോയി. അവസാനം കുറെ സമയം കഴിഞ്ഞിട്ട് വീടിന്റെ വെളിയിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, കിണറ്റിന്റെ ചുവട്ടിലെ രക്തത്തിന്റെ അടയാളം കാണുകയാ. വെള്ളം കോരുന്ന ഇബ്നു ഉകൈൽ തങ്ങളെ കാണുന്നില്ല. യഹൂദി പടച്ചവനെ തെരഞ്ഞു നടക്കുകയാണ്. അവസാന ഈന്തപ്പന തോട്ടത്തിൽ പോയി നോക്കുമ്പോ ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചിട്ട് ബോധമില്ലാതെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാ. വായിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, ശരീരം മുഴുവനും രക്തമാണ്. ഇബ്നു ഉകൈൽ തങ്ങളുടെ മുഖത്തേക്ക് യഹൂദി വെള്ളമെടുത്തൊടിക്കുമ്പോ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ യഹൂദി ചോദിക്കുന്നു, എന്തിനാടാ ഇതുപോലെ കടന്ന് കഷ്ടപ്പെടുന്നത്? പൈസയാണ് നിനക്ക് വേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, നിനക്ക് ഇത്ര അത്യാവശ്യം എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ഇബ്നു ഉകൈൽ തങ്ങൾ പറഞ്ഞു, യഹൂദിയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലാ സദക്ക ചോദിച്ചിരിക്കുന്നത്, കൊടുത്താ സ്വർഗമാണ്, കൊടുത്താ സ്വർഗമാണ്, അള്ളാനെ കാണാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ കൊടുക്കാൻ, ആ പാവങ്ങളെ സഹായിക്കാൻ. അതുകൊണ്ട് എന്റെ കൂലി തരുവോ? യഹൂദിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. 4 ദിർഹം എടുത്തിട്ട് കയ്യിൽ വെച്ചു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ഇബ്നു ഉകൈൽ തങ്ങൾ മുത്തുനബിയുടെ മുന്നിലേക്ക് പോകുകയാണ്. പ്രവാചകൻ നോക്കുമ്പോ വായിലൂടെ രക്തമൊലിച്ച് ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് എഴഞ്ഞെടഞ്ഞു വരുന്ന ഇബ്നു ഉകൈൽ തങ്ങളെ കണ്ടപ്പോ റസൂലുള്ളാഹി ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി ഓടിച്ചെന്നു. അവിടെ നിന്ന് ചോദിച്ചു, നിന്നെ ആരാ ഉപദ്രവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല നബിയേ, എന്നെ ആരും ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെയാ നിന്റെ ശരീരത്തിൽ രക്തം? ഇതെവിടെ നിന്നാ വന്നത്? യാ റസൂലല്ലാഹ്, യഹൂദിയുടെ തോട്ടത്തിൽ വെള്ളം കോരുമ്പോ എന്റെ വായിൽ നിന്ന് രക്തം വരുന്നത് എങ്ങനെയെന്നറിയുമോ? ഒരു കൈ കൊണ്ട് കയറ് വലിച്ചിട്ട് രണ്ടാമത് വലിക്കാൻ കയറില്ലാതെ കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ നാവും ചുണ്ടും മുറിഞ്ഞു നബിയേ. കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ ചുണ്ടും നാവും മുറിഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ. ഈ ശരീരത്തിലെ രക്തവേദം അറിയോ? നടക്കാൻ എനിക്ക് കാലില്ലല്ലോ. ഈ തൊടയിൽ വെള്ളം വെച്ചിട്ട് മണ്ണിലൂടെ നിരങ്ങിപ്പോയി എന്റെ തൊടയിലെ തോലൊരിഞ്ഞിട്ട് രക്തം വരുന്നതാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബി ചോദിച്ചു എന്തിനാ? മുത്തുനബി ചോദിച്ചു എന്തിനാ? അങ്ങ് സദക്ക ചോദിച്ചില്ലേ നബിയെ? എനിക്കാണെങ്കിൽ അമലുകളില്ല, എന്റെ കയ്യിലെ സ്വർഗത്തിൽ പോകാനൊന്നുമില്ല, ആകെയുള്ളത് 4 ദിർഹമാണ്. എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്റെ റബ്ബിനെ എനിക്ക് കാണണം.
എന്റെ റബ്ബിനെ എനിക്ക് കാണണം. വലക്കാഹും നളറതം വസുറൂറാ, പടച്ചവനെ കാണാനുള്ള ഭാഗ്യമല്ലേ. അവിടുന്ന് മുത്തുനബിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, നിനക്ക് കാലുണ്ട്, നിനക്ക് കൈയുണ്ട്, നിനക്ക് കണ്ണുണ്ട്, നിനക്ക് വീടുണ്ട്, നിനക്ക് പണമുണ്ട്, അല്ല നിനക്കെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. ഇനി നിനക്കെന്തേ വേണ്ടത്? അല്ലാഹുവേ, കയ്യും കാലുമില്ലാത്ത സ്വഹാബി പോലും സ്വർഗ്ഗത്തിൽ പോകാൻ എത്ര കഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതിനേക്കാളും വലുത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ട് മരിക്കുമ്പോ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. ഉമ്മ, നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? വാപ്പാ, നീ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ഈ സദസ്സിൽ ഇരുന്നിട്ട് നീ പറ, നിന്റെ മോന് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനറിയോ? എത്ര കൊല്ലം കൊണ്ട് നീ കഷ്ടപ്പെടുന്നു. നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോൻ അറിയില്ല. അറിയോ ഉമ്മ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ധൈര്യം നിന്റെ മകനുണ്ടോ? പള്ളി കൊണ്ടുവെക്കുമ്പോ ഇമാമിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഉസ്താദേ നിങ്ങൾ പുറകിൽ നിൽക്ക്, ഞാൻ നിൽക്കാമെന്ന് പറയാ നിന്റെ മോൻ അറിയോ? ഖബറിന്റെ ചാരത്ത് പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ അടുത്തു വന്ന് നിന്നിട്ട് കാണാതെ തെറ്റാതെ ഒരു യാസീൻ ഓതാനെങ്കിലും നിങ്ങളുടെ മക്കൾക്കറിയോ ഉമ്മ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ രാവിലെ ഫാത്തിഹ ഓതി എല്ലാ ദിവസവും, പിരിയുമ്പോ 3 സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ ഖബറിലെത്തും. ദുആ ചെയ്യാം. ഹാപ്പിയല്ലേ? ഇവർ സന്തോഷമില്ലാത്ത ദുആ ചെയ്യാം. ശൈത്താനെ ഇറക്കി വിടണ്ടേ? ശൈത്താനെ ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? എവിടെ ഉള്ള? വീട്ടിൽ ഉള്ളയോ? നിന്റെ തലയെ കൂടിയിരിക്കണ ശൈത്താനെ. വീട്ടിൽ കൂടിയത് നമുക്ക് പിന്നെ ഇറക്കാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി വിടണം, എന്നിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ടേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ്. ഓതുവോ? ശൈത്താനെ ഇറക്കി വിടാനുള്ള ആയത്ത് വേണോ? ഹജ്ജിന് പോകാനുള്ള ദിക്റ് വേണോ? ഏത് വേണം? ഏത് വേണം? 2000 രൂപ ചോദിച്ചപ്പോ തരാൻ മടിയല്ലായിരുന്നു. നിനക്ക് രണ്ടും വേണം. അതിന്റെ കടവൊന്ന് വീട്ടിട്ടെ. ഒരു 2000 രൂപ കൊടുക്കാൻ വയ്യ. ഇനി ആ 2.25 മുടക്കിയിട്ട് നീ പോവാൻ നിൽക്കണേ ഹജ്ജിന്. കഷ്ടപ്പെടാൻ ആർക്കും വയ്യ. ഓസിന് പോകാനുള്ള വഴികളാണ് എല്ലാവരും നോക്കുന്നത്. ശരി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകണം. അപ്പൊ നമുക്ക് ശൈത്താനെ ഇറക്കി വിടാം. ഓനെ ഇറക്കി വിട്ടാൽ തന്നെ എല്ലാം കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, ഈ കിടക്കുന്ന സദക്കയ്ക്ക് നീ കാവൽ നിൽക്കണം. ജോലി കൊടുത്തു. അങ്ങനെ പാതിരാത്രി ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിട്ട് കാവൽ നിൽക്കുമ്പോ ഒരു പ്രായമുള്ള ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഈ സദക്കയുടെ മുതലും മോട്ടിക്കുക. അബൂ ഹുറൈറ തങ്ങൾ ആ മനുഷ്യനെ പിടിച്ചു. കൊള്ളാലോടാ, മോഷണം നടത്തുന്ന, എന്നെ കൊണ്ടു നബിയുടെ മുന്നിൽ കൊണ്ടുപോകാ, ഇങ്ങോട്ട് വാ. എന്റെ പൊന്ന അബൂ ഹുറൈറ, ഭാര്യയും മക്കളും പട്ടിണിയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒരു ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ. അങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പൊക്കോളാൻ പറഞ്ഞു, വെറുതെ വിട്ടു. 2ാമത്തെ ദിവസം രാത്രിയായപ്പോ ഇതേ മനുഷ്യൻ വന്ന് 2ാമത്തെ ദിവസവും മുട്ടിച്ചു. അന്നും പിടിച്ചു. അബൂ ഹുറൈറ മക്കള് വിശന്ന് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വന്നതാ. അന്നും വെറുതെ വിട്ടു. ഇനി വരരുത് കേട്ടാ. എന്നാൽ 3ാമത്തെ ദിവസം ഈ മനുഷ്യൻ മുട്ടിക്കാൻ വന്നു. പക്ഷെ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു. ഇനി നീ എന്ത് ചെയ്താലും ഞാൻ വിടൂല, എത്ര കരഞ്ഞാലും എന്നാ പറഞ്ഞാലും വിടൂല, നിന്നെ ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരും. അപ്പൊ ആ മനുഷ്യന് മനസ്സിലായി ഇനി രക്ഷയില്ല. അപ്പൊ പറഞ്ഞു, അബൂ ഹുറൈറ, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ ഓതിയ ഇബ്ലീസിന്റെ ശർറു മാറും. നിന്റെ വീട്ടിൽ ഓതിയ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എല്ലാം ചെയ്യും. ഒറ്റ ആയത്ത്. അപ്പൊ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കാരണം ചോദിച്ചറിഞ്ഞിട്ട് അയാളെ വെറുതെ വിട്ടുകളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുമില്ലേ? അപ്പൊ പറഞ്ഞു, നബി, ആദ്യത്തെ 2 ദിവസം പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞു, പാവല്ലേ.
മൂന്നാമത്തെ ദിവസം ഞാൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്കൊരു ഇൽമു പറഞ്ഞു. നബി ചോദിച്ചു എന്താ പറഞ്ഞെന്ന്. എന്നതുപോലെ പറഞ്ഞു തന്നു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു അത് ആരാന്ന് നിനക്കറിയാവോ? എനിക്കറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ഇബ്ലീസ് ആയിരുന്നു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. അപ്പൊ ഈ ആയത്തോതിയ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പോകുമെന്ന് ആരാ പറഞ്ഞു തന്നെ? ആരാ പറഞ്ഞേ? ഇബ്ലീസ് തന്നെ. അപ്പൊ അവനെ പൂട്ടാനുള്ളത് അവൻ തന്നെ പറഞ്ഞു തന്നിരിക്കുക. അപ്പൊ അതിനേക്കാളും വലിയൊന്നും വേണ്ടല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഒന്ന് കൈപൊക്കി പാസ്സാക്കിക്കേ. അൽഹംദുലില്ലാ. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഓതല്ലേ? ഓതാന്നുള്ളവരൊക്കെ ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ ഓടിക്കാതിരിക്കുക. ഈ നാട്ടിൽ നിന്ന് തന്നെ ശൈത്താൻ ഓടും. അള്ളാഹു അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഓതാൻ അറിയാത്തവരും ഉണ്ട്. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്ത പാപങ്ങളുണ്ട്. അവരെ നമുക്ക് പരിഗണിക്കണം. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഓതാൻ അറിയാത്ത എല്ലാവർക്കും അറിയാലോ. അറിയൂലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കുക. അറിയാത്ത ഖുൽ ഹുവല്ലാഹു അറിയാത്ത. അപ്പൊ എല്ലാവർക്കും ഓതാൻ അറിയാം ഈ സൂറത്ത്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ 10 പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഓതുവോ? ഇൻഷാ അല്ലാഹ് പറ. ഓതുവോ? ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. അല്ലാഹ് നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീട് പണി തുടങ്ങല്ലേ? എവിടെ നമ്മൾ വീടിനെ കുറിച്ചാ പറഞ്ഞ? എവിടെ വീട് പണി? സ്വർഗത്ത്. ഇവിടുത്തെ പ്രമാണം മോന് കൊടുക്കോ? ഇവിടുത്തെ പ്രമാണം പെണ്ണുമ്പിള്ളയ്ക്ക് മക്കൾക്ക് കൊടുത്തേരെ. നമുക്ക് അവിടെ തുടങ്ങാം വീട് പണി. ഇന്ന് ഇവിടെ നിന്ന് വീടെത്തുന്നതിന് മുമ്പ് സ്വർഗത്തിൽ വീട് പണിതോണം എല്ലാരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോണോ? അതായിട്ട് എന്തിനാ കടം വെക്കണേ? ഹജ്ജിന് പോകാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തസ്ബീഹ് നിസ്കാരത്തിൽ പറയുന്ന ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അറിയണവരൊക്കെ കൈവെക്കുക. അപ്പൊ ഹജ്ജിന് പോവല്ലേ? അതന്നെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ഒരു പ്രാവശ്യം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒളുവെടുക്കണം. ഒളുവെടുത്തിട്ട് അല്ലാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ എന്ന നിയ്യത്തോടെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്ക്. ഒന്നീ മക്കത്ത് നിന്നെ കൊണ്ടുപോയിരിക്കും, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരുപാട് അറിവ് ഇന്നത്തെ പ്രസംഗത്തിൽ പഠിച്ചിട്ടുണ്ട്. കേട്ടിട്ട് കളഞ്ഞ അതിനുള്ളത് വേറെ അള്ളത്തെ കിട്ടാ. കേട്ടിട്ട് കളഞ്ഞ പഠിച്ച ഇൽമ അത് കളഞ്ഞാൽ അതിനുള്ള മറുപടി അള്ളാഹ് എടുക്ക പറയേണ്ടി വരും. ജീവിതത്തിൽ നിത്യമാക്ക്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇതൊന്ന് എഴുതി വെച്ചിട്ട് പറയണല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അതെന്തെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു മുത്തഅല്ലിമാണ്. എന്നെക്കാളും അറിവുള്ളവരും പ്രായമുള്ളവരാണ് കൂടുതലും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. എന്തെങ്കിലുമൊക്കെ ചെറുപ്പക്കാരനല്ലേ, ഇത്തിരി BP കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടി പൊടി എന്നൊക്കെ വിളിച്ചു പോകും. അത് എന്തോ നിങ്ങളുടെ നാടിൻ്റെ ഒരു സംസാരത്തിൻ്റെ ശൈലിയാണ്. അപ്പം എന്തെങ്കിലും